പുതിയ ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയം. കാനഡ, മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% നികുതി പ്രഖ്യാപിച്ച ട്രംപിന്റെ നടപടിക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് മെക്സിക്കോയും കാനഡയും ഒരുങ്ങുന്നത്. ചൈനയും തയ്യാറെടുപ്പുകളോടെയാണ് നീങ്ങുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നത്. ഇറക്കുമതിയിൽ 25% അധിക നികുതി പ്രഖ്യാപിച്ച അമേരിക്കയോട് കാനഡയും മെക്സിക്കോയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ കാണാമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. അമേരിക്ക പ്രഖ്യാപിച്ചതുപോലെ ഇറക്കുമതി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% അധിക നികുതി ചുമത്തുമെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപ് പുതിയ ഭീഷണിയുമായി രംഗത്തെത്തിയത്. കാനഡയും മെക്സിക്കോയും തിരിച്ചും 25% നികുതി പ്രഖ്യാപിച്ചാൽ അമേരിക്ക ഇനിയും നികുതി കൂട്ടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ചൈനയ്ക്കും അയൽരാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇറക്കുമതി തിരിവ് ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ചയാണ് ഒപ്പുവെച്ചത്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10%വും കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ളവയ്ക്ക് 25%വും ചുങ്കമാണ് ഏർപ്പെടുത്തിയത്. ഇവ ചൊവ്വാഴ്ച നിലവിൽ വരും. അതേസമയം കാനഡയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം, വൈദ്യുതി എന്നിവയ്ക്ക് 10% നികുതിയെ ചുമത്തിയിട്ടുള്ളൂ. അത് ഈ മാസം 18-നാണ് നിലവിൽ വരിക. US-നോട് വ്യാപാര രംഗത്ത് നേരാവണ്ണം ഇടപെടാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭാവിയിൽ അധിക നികുതി ചുമത്തിയേക്കുമെന്ന് ഉത്തരവ് സൂചിപ്പിക്കുന്നു. ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് പ്രകാരമാണ് ട്രംപിന്റെ നടപടി. അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും നിയന്ത്രിക്കുന്നതിനായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനാണ് ട്രംപ് ഈ നിയമം ഉപയോഗിച്ചത്. മയക്കുമരുന്നായ ഫെന്റനിൽ നിയമവിരുദ്ധമായി നിർമ്മിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതും തടയാൻ 3 രാജ്യങ്ങളും നടപടിയെടുക്കണമെന്നും US-ലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയാൻ കാനഡയും മെക്സിക്കോയും യത്നിക്കണമെന്നും ട്രംപ് പറഞ്ഞു. അധികാരത്തിലെത്തിയാൽ ചൈനയ്ക്ക് 60% വരെ നികുതി ചുമത്തുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ കൊന്നൊടുക്കിയ ഫെന്റനിൽ അനധികൃതമായി US-ലേക്ക് കടത്തിയതിനുള്ള മറുപടിയായിട്ടാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും തിരിവ് ചുമത്തിയതെന്ന് വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു. കാനഡയിൽ നിന്നെത്തുന്ന $800 താഴെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പോലും ഇറക്കുമതി തിരിവ് നൽകേണ്ടി വരും. നിലവിൽ ഈ തുകയ്ക്ക് താഴെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റംസ് തിരിവയോ മറ്റ് ഡ്യൂട്ടികളോ ഇല്ല. ട്രംപിന്റെ നീക്കം അന്താരാഷ്ട്ര വ്യാപാര വിപണി ശൃംഖലയെ, പ്രത്യേകിച്ച് ഊർജ്ജം, വാഹന വ്യവസായം എന്നീ മേഖലകളെ ഗുരുതരമായി ബാധിക്കും. നികുതി പരിഷ്കാരങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കടുത്ത ആശങ്കയുണ്ടെന്ന് ജപ്പാൻ പ്രതികരിച്ചു. തിരിവ് ഏർപ്പെടുത്തിയ ട്രംപിന്റെ നീക്കം US-ന്റെ സാമ്പത്തിക വളർച്ച കുറയ്ക്കുമെന്നും രാജ്യത്ത് പണപ്പെരുപ്പമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് ഉപഭോഗം കുറയ്ക്കുകയും വ്യാവസായിക നിക്ഷേപത്തെ ബാധിക്കുകയും ചെയ്തേക്കുമെന്ന് ഏണസ്റ്റ് ആൻഡ് യങ് ചീഫ് എക്കണോമിസ്റ്റ് ഗ്രിഗറി ഡക്കോ പറഞ്ഞു. ഈ പാദവാർഷികത്തോടെ പണപ്പെരുപ്പം 0.7% കൂടുമെന്ന് ഡക്കോ മുന്നറിയിപ്പ് നൽകി.